അതെ ഗൈസ്, തംബ്നെയിലിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നിങ്ങൾ കണ്ട പോലെ ലക്ഷ്മി നക്ഷത്ര കേസ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ എനിക്കെതിരെയല്ല, ദീപ് പുള്ളിക്കെതിരെയാണ്. ദീപ് പുള്ളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറാണ്. യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പുള്ളിക്ക് അത്രയും പ്രൊമോഷൻ വേണ്ട. ദീപ് പുള്ളി എന്ത് തരം യൂട്യൂബർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപവാദം മാത്രം പറയുന്ന, പണ്ട് മുത്തുച്ചിപ്പി ഫയർ എന്ന് പറയുന്ന മാസുകളൊക്കെ ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു യൂട്യൂബ് വേർഷൻ പോലെയുണ്ട്. ഇങ്ങനെയുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റം അപവാദമാണ്. മരിച്ചുപോയ നടികളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കൈ ഇല്ലാത്തവൻ വരെ കൈ മേടിച്ച് ഇങ്ങനെ തല്ലിയിട്ട് പോകുന്നുള്ളതാണ്. അവരൊക്കെ മരിച്ചു പോയതുകൊണ്ട് മാത്രം ഇങ്ങേർക്കെതിരെ കേസ് കൊടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങേർക്ക് അടിപഴിച്ചത് ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചൊരു വീഡിയോ ചെയ്തു. അത് ലക്ഷ്മി നക്ഷത്രം കാണുകയും ലക്ഷ്മി നക്ഷത്ര വേറൊന്നും പറയാൻ പോയില്ല, കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തതുമല്ല, അണ്ണൻ ആ വീഡിയോ അങ്ങ് മുക്കി. ആ വീഡിയോ മുക്കിയെന്ന് മാത്രമല്ല, കേസിന് പോയി ലക്ഷ്മി നക്ഷത്രമൊക്കെ പോയി കണ്ടതിന് ശേഷം വന്നിട്ട് ഞാൻ ലക്ഷ്മി നക്ഷത്രയെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വേറൊരു വീഡിയോ അതിനകത്ത് ഇട്ടു. ആ ഒരു വീഡിയോയിലാണെങ്കിൽ അണ്ണൻ അന്യ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ ഉപദേശവും മോട്ടിവേഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന നമ്മളാണ് ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അണ്ണൻ എന്തൊക്കെ രീതിയിൽ പറഞ്ഞു വെക്കുമെന്നുള്ളൊരു എക്സാമ്പിൾ അണ്ണൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ അണ്ണൻ ചെയ്യുന്ന കണ്ടന്റുകളുടെ തംബ്നെയിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് അണ്ണൻ്റെ മോട്ടിവേഷനിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇത് പല യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പലരും ഇതുപോലെ ഉണ്ട്. കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുത്തുകൊണ്ട് ഓടുന്ന കാര്യം. ആ ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട്. അത് യൂട്യൂബ് ചെയ്തപ്പോഴും അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് ഒരു തിരിച്ചടി എന്തായാലും എപ്പോഴായാലും ആവശ്യമാണല്ലോ. അത് നമ്മൾ ചിലപ്പോൾ നമ്മളെക്കാളും വളരെ ചെറിയ കുട്ടികൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കും അവർ പറയാം. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കണം എന്ന് പറയുന്നത്. ഒരു വലിയ കാര്യങ്ങൾ പറയും, നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർ പറയും. അതുപോലെ ഇപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായാലും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ആൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്തുകൊണ്ട് അങ്ങേക്ക് ഈ ബോധോദയം നേരത്തെ ഉണ്ടായില്ല? ഒരു കേസ് വന്നപ്പോഴാണോ ഈ ബോധോദയം ഉണ്ടായത്? നാട്ടുകാരെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരത്തരുതെന്ന് സാമാന്യ ബുദ്ധിയും വിവരവും ഉള്ളൊരു മനുഷ്യൻ അറിയാവുന്നതാണ്. എന്നിട്ട് പറയുകയാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഒന്നുമില്ല, അണ്ണൻ എന്ന് പറയുന്ന യൂട്യൂബർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അണ്ണൻ്റെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് ഇങ്ങേർക്കെതിരെയാണോ ലക്ഷ്മി നക്ഷത്ര കേസ് കൊടുത്തതെന്നുള്ളപ്പോൾ ചിലപ്പോൾ ചിന്തിച്ച് പോയി കാണും. കാരണം അത്രയും മര്യാദക്കാരനായിട്ടാണ് അണ്ണൻ സംസാരിക്കുന്നത്. അല്ല, ഈ മര്യാദക്കാരൻ അണ്ണൻ്റെ കുറച്ച് തംബ്നെയിൽ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അണ്ണൻ ചെയ്ത വേറൊരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. പ്രിയദർശൻ ലിസി വഴിവിട്ട ബന്ധം പുറത്ത്, പ്രിയൻ ഉപ്പ് നോക്കാത്ത നടികളില്ല ലിസി, ലാലേട്ടൻ 3000 സ്ത്രീകൾ എവിടെ, എല്ലാ മുത്തശ്ശി കഥയോ, നയൻതാരയുടെ ഇരട്ട കുട്ടികളുടെ അച്ഛൻ ആരാണ്, മോഹൻലാൽ നയൻതാര. എന്താ ഉദ്ദേശിച്ചത്? വേറെ കുറേ നടന്മാരുടെ പടവും മോഹൻലാലിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. സുകന്യയുടെ അവിഹിത ലീലാവിലാസങ്ങൾ, മുകേഷിൻ്റെ 2ാം വിവാഹ ബന്ധം പരാജയപ്പെടാനുള്ള കാരണം കേട്ടാൽ ഞെട്ടിപ്പോകും, സിദ്ദിഖിൻ്റെ ഭാര്യയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ, ഞെട്ടരുത്, സിദ്ദിഖ് സിനിമയിലൂടെ ജീവിതത്തിലും വില്ലൻ, അമ്പിളി ദേവി അവിഹിത റാണി, 3 ചെറുപ്പക്കാരുടെ ജീവിതം കുളം തോണ്ടിയ അമ്പിളി, ഇൻട്രസ്റ്റിംഗ് വീഡിയോ. പിന്നെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇൻട്രസ്റ്റ് കൂടിപ്പോയതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രം ഇപ്പോൾ കൊണ്ടുപോയി കേസ് കൊടുത്തത്. ഇനി ഇങ്ങനെ മോഹൻലാലിനെയും നയൻതാരനെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ തംബ്നെയിൽ ഇങ്ങനെയാണ്: നയൻതാരയുടെ ഇരട്ട കുട്ടികൾ അച്ഛൻ മോഹൻലാൽ, ഞെട്ടരുത്. ഇല്ല, ഞെട്ടത്തില്ല. എന്തായാലും അണ്ണം പറയുന്ന ഒന്ന് കേട്ടിട്ട് തീരുമാനിക്കാം ഞെട്ടുമോ ഇല്ലയോ എന്ന്. നയൻതാര ചോദിച്ചു, ലാലേട്ടൻ്റെ ഒരു പടം ഞാൻ കണ്ടിരുന്നു, ദശരഥം എന്ന് പറഞ്ഞിട്ടൊരു പടം. ആ പടത്തിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോടീശ്വരനായ ഒരാൾക്ക് കുട്ടികളില്ലാണ്ട് കല്യാണം കഴിക്കാണ്ട് കുട്ടികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുന്ന ഒരു പടമായിരുന്നു അത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളില്ലെങ്കിൽ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഗർഭപാത്രം വാടകയ്ക്ക് എടുത്താൽ ആ ഗർഭപാത്രം നിക്ഷേപിക്കാനായിട്ടുള്ള സെമൻ ലാലേട്ടൻ തരുമോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. ലാലേട്ടൻ തരുമോ എന്ന് ഓപ്പണായിട്ട് ലാലേട്ടനോട് ചോദിച്ച ആളാണ് നയൻതാര. ലാലേട്ടന് അപ്പം എന്തുണ്ടായി? ലാലേട്ടൻ എന്ത് കേട്ടാലും തമാശയുള്ളൂ. അതിനിപ്പോൾ എന്താ നമുക്ക് തരാലോ, നിനക്ക് ഒന്നല്ല, എത്ര കുട്ടികൾക്ക് വേണമെങ്കിൽ സെമൻ വേണമെങ്കിലും ഞാൻ തരാം. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒഴുക്കി കളയുന്നതല്ലേ. അതിപ്പോൾ ഒരു കുപ്പിയിലാക്കി നിനക്ക് തരല്ലേ വേണ്ടോ? നീ അത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഗർഭപാത്രത്തിൽ വെച്ചിട്ട് നീ ഒരു കുഞ്ഞു മോഹൻലാലിനെ ഉണ്ടാക്കിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നയൻതാര മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ഇവനായിട്ട് സംവിധായകനായിട്ട് കല്യാണം കഴിഞ്ഞ് സംവിധായകനും കുട്ടികളുണ്ടാവില്ല, യുവക്കും കുട്ടികളുണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു കുട്ടികളെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ചപ്പോൾ ഡബിൾ കുട്ടികളാണ്. നയൻതാരയ്ക്ക് വലിയ സന്തോഷമായി. ഡയറക്ടറും തുള്ളിക്കാടി, എന്താ ഒരു വടിക്ക് 2 പക്ഷി. ഈ സ്ത്രീയുടെ വയറ്റിൽ ഗർഭത്തിന് വേണ്ടിയിട്ട് സെമൻ വെച്ചത് മോഹൻലാൽ കൊടുത്ത സെമനാണെന്നാണ് പറയണത്. ഈ കാര്യം മോഹൻലാലിന് അറിയാമോ ആവോ? എന്തായാലും ഇത് മോഹൻലാലും നയൻതാരയും കേൾക്കണ്ട. ലക്ഷ്മി നക്ഷത്ര കേസാണ് കൊടുത്തത്. അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും.
ഇതാണ് ഇങ്ങേരുടെ ചാനലിന്റെ ഒരു ക്വാളിറ്റി. ഇതൊരു ചെറിയ ഭാഗം മാത്രം. ഇതിനേക്കാളും വലിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒക്കെ അണ്ണന്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ വർത്തമാനങ്ങൾ പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രം തീർച്ചയായിട്ടും കേസ് കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ വിളിപ്പിക്കുമല്ലോ. സ്റ്റേഷനിൽ പോയി ലക്ഷ്മി നക്ഷത്രം കണ്ട കഥയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ മോട്ടിവേഷൻ പറഞ്ഞതിന് ശേഷമേ നമുക്ക് ബാക്കി കഥ കേൾക്കാം. ലക്ഷ്മി നക്ഷത്രത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് പിന്നെ ഒരു വലിയൊരു അസൂയക്കാരി, കുശുമ്പുകാരി, അതുപോലെ തന്നെ വാർക്കപ്പണിക്കാരി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു. അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രനെ ഞാൻ ഇന്നലെ കണ്ടു. ഞങ്ങൾ ഇന്നലെ ഒരു ആളെ എനിക്കെതിരൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി ഞങ്ങൾ രണ്ടുപേരും കൂടി വരാൻ പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലക്ഷ്മി നക്ഷത്രനെ കാണുന്നത്. നമ്മൾ ഈ പറയണത് ഒന്നല്ല സത്യം. സത്യം നമ്മൾ ഈ പറയണതിൻ്റെ 7 അയലത്തില്ല എന്നാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്രയും ഞാൻ ഇന്ന് നേരിട്ട് കണ്ട ലക്ഷ്മി നക്ഷത്രയും ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്രയും ഞാൻ നേരിട്ട് കണ്ട ലക്ഷ്മി നക്ഷത്രം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടത്. മനസ്സിലുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ നേരത്തെ ലക്ഷ്മി നക്ഷത്രം അറിയാമായിരുന്നു. എന്തെങ്കിലും അവരുടെ കാര്യം അറിഞ്ഞിട്ടാണ് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞത്. ഇത്രയും പ്രായമില്ല, കുറച്ചെങ്കിലും വിവരവും ബോധവും വേണ്ട മനുഷ്യ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ചുവിട്ടുണ്ടല്ലോ അവരോട് കേസ് കൊടുത്തത്. പിന്നെ നിങ്ങൾ ഈ സൈഡിലെന്തോ എഴുതി വെച്ചേക്കുന്നത് രശ്മി നക്ഷത്രയെ കണ്ടതിന് ശേഷം ഞാൻ പുതിയൊരാളായി. ഈ രശ്മി നക്ഷത്രം ആരെയാ അങ്ങനെ കാണാൻ പോയത്? അതിനുശേഷം കണ്ടതിന് ശേഷം ഞാൻ പുതിയൊരാളായി മാറട്ടെ, മാറ്റം നല്ലതാണ്. അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ, എനിക്കത്രേ പറയാനുള്ളൂ. മനസ്സിലുണ്ടാകുന്നതെല്ലാം തെറ്റാണ്. ഞാൻ നേരിട്ട് കണ്ടാണ് റിയൽ. കാരണം എന്താണ്, ലക്ഷ്മി നക്ഷത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊരു കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണ്. നമ്മൾ ഒരു 1/4 മണിക്കൂർ ആളാണ് നമ്മൾ ആളായിട്ട് സംസാരിച്ചതും അവിടെ ഇടപഴകിയതും. ആ ഒരു 3/4 മണിക്കൂർ നേരത്തെ നമുക്ക് മനസ്സിലായി ലക്ഷ്മി നക്ഷത്ര ഒരുപാട് സംസാരിക്കുന്നതാണ്. ഒരുപാട് അതുപോലെ തന്നെ ഒരു തലക്കനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അറിയാണ്ട് ഒരാളെ വീഡിയോ ചെയ്താണ്. ഇങ്ങനെ ഇത് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും നമ്മൾ ഏതാണ്ട് ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു, അത് ലക്ഷ്മി നക്ഷത്രക്ക് വിഷമമായി, അതിന് നമ്മളെ ഇരുന്ന് പുള്ളി ഉപദേശിക്കുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പുള്ളി തന്നെയല്ല ഒപ്പിച്ചു വെച്ചിട്ട് പുള്ളി തന്നെ ഇരുന്ന് നാട്ടുകാരെ ഇരുന്ന് ഉപദേശിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് പറയേണ്ടത് ഒരു കണ്ണാടി എടുത്ത് ഫ്രണ്ടിൽ വെക്കണം. എന്നിട്ട് സ്വയം ഇരുന്ന് ഇതൊക്കെ പറഞ്ഞ് സ്വയം ഒന്ന് പഠിക്കണം. ആ ചാനലിലെ കണ്ടന്റ് കണ്ടു കഴിഞ്ഞ് എൻ്റെ പൊന്നോ, ലക്ഷ്മി നക്ഷത്ര കേസ് കൊടുക്കേണ്ടി വന്നു. അണ്ണന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോധോദയം ഉണ്ടാവാനായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നുള്ള കാര്യം. അല്ലാതെ ഇത്രയും വർഷമായിട്ട് ഇത്രയും പ്രായമായിട്ടും അണ്ണൻ അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യങ്ങളല്ലേ. എസ് ചോദിച്ചു, ഇദ്ദേഹത്തിന് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി നക്ഷത്ര ആദ്യം തന്നെ എന്നോട് പറഞ്ഞു അറിയില്ല എന്നാ. നല്ല കഥയായി. മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹമല്ലേ ഫേമസ് എന്ന്. അത് പറഞ്ഞു എല്ലാം നല്ല അസല് കോമഡിയും അതുപോലെ തന്നെ നല്ല രസമായിട്ട് സംസാരം. അപ്പൊ അത് കേട്ടപ്പോ എനിക്കും ചെറിയ വന്നു. എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ അടുത്ത ഡയലോഗ് 30 ചിരിക്കാൻ നല്ല രസ. അല്ല ആ കോട്ടും കൂടി ഇട്ട് പോരാടുന്നില്ലേന്ന്. സംഗതി ഞാൻ ചമ്മി പോയി. അത് അപ്പൊ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ചൻ നമ്പ്യാരെ കഥ പറഞ്ഞ പോലെ ഒക്കെ ഒരു നിമിഷ നേരം കൊണ്ട് പറയുന്ന കോമഡികളുണ്ട്. അതൊക്കെ നമുക്കത് നന്നായി രസിക്കും. അതിലെ രസമാണ്. അത് കുറച്ച് മൂപ്പരോട് തിരിയാതെ സംസാരിക്കുക. അണ്ണനെ കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ കേൾക്കാൻ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. ഒട്ടും വിഷമമില്ലെന്ന് പറയുന്ന രീതി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എന്തായാലും കൊള്ളാം. ഇന്നലെ സ്റ്റേഷനിൽ വിളിച്ച് SI നന്നായിട്ടൊന്ന് വരട്ടി വിട്ടതെന്നുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ഇതുപോലെ ലക്ഷ്മി നക്ഷത്രം വളരെ നല്ലൊരാളായിരുന്നു, ഞാൻ അറിയത്തില്ലായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് അറിഞ്ഞത്, ഇത്രയും നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ വന്നിരുന്ന് പറയണമെങ്കിൽ എന്തോ ആ സ്റ്റേഷനിൽ നിന്ന് അണ്ണനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയാക്കാം. ഫ്ലവേഴ്സിലൊരു ഷോ ഉണ്ടല്ലോ, ആ ഷോനെ കുറിച്ച് ഞാൻ പറഞ്ഞു വാർക്കപ്പണിക്കാരെ ഷോണ്, വാർക്കപ്പണിക്കാരി അതിന്റെ ആങ്കർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ നമ്മുടെ അതിനുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് ഓരോ ഷോകളും അതിനതിൻ്റെതായുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ ലക്ഷ്മി നക്ഷത്രയ്ക്കല്ല അസൂയും കുശുമ്പൊക്കെ ഉള്ളത്, അത് എനിക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കമന്റ് ഇട്ടുണ്ടായിരുന്നു, അത് നമ്മളെ ആ സ്ഥിതിയിലേക്ക് എത്താത്തതിന്റെ കുശുമ്പായിരിക്കാം നമ്മളെ ഇതൊക്കെ പറയിപ്പിക്കണമെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പൊ എനിക്കത് തോന്നി. അപ്പൊ അതുകൊണ്ട് നമ്മളിനി അങ്ങനെ
ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന വീഡിയോ ചെയ്യാനും ഇല്ലാത്ത എന്തെങ്കിലും വെള്ളം ചേർക്കാനൊന്നും ഞാൻ ഇനി ഓ എനിക്ക് വയ്യ അണ്ണാ. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിനോട് വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ വിമർശിക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വിട്ടുവീഴ്ചയുണ്ട്, ഞാൻ വരെ വിമർശിക്കാറുണ്ട്. വിമർശിക്കുന്നത് കൊണ്ടോ നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു കാര്യം ന്യായമല്ലെന്ന് തോന്നുന്നെങ്കിൽ അത് തെറ്റാണെന്ന് എടുത്ത് പറയുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പവുമില്ല. അങ്ങനെയൊക്കെ ആൾക്കാർക്ക് വിഷമം തോന്നുന്നതിന് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അയാൾ ചെയ്തൊരു കാര്യം തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അത് ആ ഒരു ഭാഗം കാണിച്ചിട്ട് തെറ്റാണെന്ന് പറയാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഫ്ലവേഴ്സ് ടിവിയിൽ നടക്കുന്ന ആ ഷോയിൽ പണ്ട് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ മോശമാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അണ്ണൻ ഇവിടെ ചെയ്തത് ഇല്ലാത്ത കുറേ ഊഹാപോഹങ്ങൾ അടിച്ചങ്ങ് ഇറക്കി ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര ആ ഷോ ചെയ്യുമ്പോൾ ലക്ഷ്മി നക്ഷത്രയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് ആ ഷോ കൊള്ളില്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറയുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ വ്യക്തിഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെയാണ് കാര്യം. അതാണ് അണ്ണൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ലക്ഷ്മി നക്ഷത്രയുടെ കേസ് മാത്രമല്ല, അണ്ണൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയിലും അണ്ണൻ അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് അവരുടെ പാസ്റ്റോ പ്രസൻറ്റോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി പോലും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ വായിൽ തോന്നുന്നതും പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് അത് വീഡിയോ ആയിട്ട് ഇറക്കുകയാണ് അണ്ണൻ ചെയ്തത്. അതിരുന്ന് കാണാൻ നമ്മുടെ നാട്ടിലെ കുറേ മലയാളികൾ എന്തായാലും കൊള്ളാം. ഒരാളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ നമുക്കുള്ള സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ മേക്കെട്ടിക്ക് ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾക്കോ വരില്ല. അതിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം ചേർത്താം, അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് വേഴ്സ് വരാനായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെയൊക്കെ സെലിബ്രിറ്റികളാണ്. അവർ ആ സെലിബ്രിറ്റികൾ പറയണത് എന്താ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ ആളുണ്ടാവില്ല. ഈ സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അവർ സിനിമയിലും അതുപോലെ തന്നെ മറ്റുള്ള ഷോകളിലും മറ്റുള്ളവർക്കൊക്കെ അവർ സെലിബ്രിറ്റികളാണ്. അപ്പോൾ ആ സെലിബ്രിറ്റികൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ആൾ വരും. അതാണ് നമ്മൾ പറയുന്നത്. ഈ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് തോന്നി. അപ്പോൾ അത് പലരും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം കാര്യങ്ങളെന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പലരും എന്നോട് പറഞ്ഞു. പക്ഷെ നമുക്കതൊന്നും അത്ര ഇങ്ങനെ ചെവി കൊള്ളാൻ പറ്റിയില്ല. നമുക്ക് എന്തുണ്ടായി, പൈസ കിട്ടില്ലോ എന്നുള്ളൊരു ധാരണയായിരുന്നു. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് പൈസ വരട്ടെ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ. അതൊന്നും ശരിയായ നടപടിയാണ്. നമ്മൾ നല്ല കണ്ടന്റ് കണ്ടെത്തുക, അതുപോലെ തന്നെ ഉള്ളത് മാത്രം പറയാം, സത്യസന്ധമായിട്ട് വ്ളോഗ് ചെയ്യുക. അപ്പം നമുക്കുള്ള കാണാനുള്ള ആൾക്കാർ അവിടെ വരും. അപ്പോൾ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്നാണ് എന്നോട് ആരും പറഞ്ഞു തരാത്തതുകൊണ്ടല്ല, പൈസ മോഹിച്ചാണ് ഈ തറ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ആ തറ പരിപാടി കാണിച്ചതിനുള്ളത് ലക്ഷ്മി നക്ഷത്ര കേസായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ. ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വീണ്ടും ഈ പരിപാടി ആണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമൊക്കെ അണ്ണൻ ഇതിലും വലുതായിട്ട് തന്നെ കിട്ടേണ്ടി വരും. പിന്നെ ആ ഒരു കേസിൻ്റെ പുറകെയൊക്കെ ഒരുപാട് നടക്കേണ്ടി വരും. അപ്പോൾ ഇനിയെങ്കിലും അണ്ണൻ്റെ കണ്ടന്റുകൾ ഇമാതിരി കൂറ സാധനത്തിൽ നിന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അല്ലെങ്കിൽ വരുന്നതൊക്കെ അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.